ആത്മീക യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ചില വേദഭാഗങ്ങൾ, ചില ആത്മീക അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ശക്തമായ കാറ്റിലും മഴയിലും ഇവിടെങ്ങും കറണ്ടില്ല. അവിടെ മറ്റൊരു സ്ഥലത്ത് വന്നിരുന്ന് വീഡിയോ ചെയ്യുകയാണ്. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. കാരണം പകലൊക്കെ ശുശ്രൂഷയോടനുബന്ധിച്ച് 2 ദിവസം യാത്രയിലാണ്. അതുകൊണ്ട് ആണ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ എടുത്തത്. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി ലൈറ്റിനൊക്കെ ഇത്ര വ്യത്യാസം നിങ്ങൾ കാണുന്നത്. പോകട്ടെ, ദൈവത്തിന് അതൊന്നും വിഷയമല്ലല്ലോ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആത്മീക യുദ്ധത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണമെന്നും ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പഴയ നിയമ ഇസ്രായേലിന് യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധങ്ങളെല്ലാം തന്നെ ആക്ഷരിക യുദ്ധങ്ങളായിരുന്നു. ആ യുദ്ധത്തിൽ അവരുടെ കഴിവുകൊണ്ടോ അവരുടെ മിടുക്കൊണ്ടോ അല്ല അവർ ആ യുദ്ധത്തിൽ ജയിച്ചത്. അവർ യുദ്ധത്തിൽ ജയിച്ചത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവരുടെ മുമ്പാകെ പുറപ്പെട്ടതുകൊണ്ടാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീകമായ യുദ്ധമാണ്. ഈ ആത്മീകമായ യുദ്ധത്തിൽ എങ്ങനെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും? നമ്മൾ ചിലരോട് ദൈവവചനം എത്ര പറഞ്ഞാലും അവരുടെ തലയ്ക്കകത്ത് കയറത്തില്ല, അവർക്കതിൻ്റെ വിശ്വാസം ഉണ്ടാകത്തില്ല. ചിലർ പറയത്തില്ലേ, പറഞ്ഞ് ഞാൻ മടുത്തു, ഞാൻ കുഴഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ആത്മീയമായിട്ട് അവർ ഉയർന്നു വരുന്നില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നിയിട്ടില്ലേ? എന്താണ് കാരണമെന്നറിയാമോ? കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ അതേ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം എന്ന് വേദപുസ്തകം വിളിച്ചിരിക്കുന്നത് സാത്താന്യ ശക്തികളെയാണ്. അവിശ്വാസികളുടെ ഹൃദയത്തെയും മനസ്സിനെയും പോലും കുരുടാക്കി കളയാൻ തക്കവണ്ണം അവൻ കെൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പാതാളത്തിന്റെ ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കുക, സാത്താന് വളരെ സംഘടിതമായ സുശക്തമായ ഒരു അവൻ്റെതായ ഒരു ഭരണ സംവിധാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെയാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെന്ന് വേദപുസ്തകം പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ആ രാജ്യവും അല്ലെങ്കിൽ ആ ശക്തിയും ദൈവരാജ്യവും ഓരോ ദൈവവൈതലും തമ്മിൽ എപ്പോഴും സംഘർഷത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കുവാനായിട്ട് കഴിയും? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ യുദ്ധത്തെ ജയിക്കുവാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ജയാളികളായി നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്? മനസ്സിലാക്കുക, ഈ യുദ്ധത്തിൽ നമുക്കൊരിക്കലും തനിച്ച് നിന്ന് പൊരുതി ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ടും നമ്മൾ സമയബന്ധിതമായി ജീവിക്കുന്നവരും പരിമിതികളുള്ളവരും ആയതുകൊണ്ടും പിശാചിനോടോ സാത്താന്യ ശക്തികളോടോ എതിർത്ത് അതിനെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം, വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി ക്രൂശിൽ കൊലോസ്യ ലേഖനം പറയുന്നത് പോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നുള്ളതാണ്. അപ്പോൾ പിശാചിനെയും സാത്താന്യ ശക്തികളെയും കർത്താവ് കാൽവറിയിൽ നിരായുധരാക്കി കളഞ്ഞു. ഇപ്പോൾ ആയുധമില്ലാതെ കേവലം തന്ത്രങ്ങളുമായിട്ടാണ് അവൻ പോരാടുന്നത്. എന്താണ് അവൻ്റെ തന്ത്രങ്ങൾ? ചിന്തകൾ, ഭാവങ്ങൾ, മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുവാൻ കഴിയുന്ന വർഗീയമായ ചിന്തകൾ അടക്കമുള്ള ചിന്തകൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ള പ്രധാനമായ തന്ത്രമാണ് അവൻ ഉപയോഗിക്കുന്നത്. ഈ തന്ത്രങ്ങൾക്കെതിരെ ഫലപ്രദമായി എന്തായുധങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും? ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർക്കുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും മനസ്സിലാക്കുക, നാം ദൈവത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അവനോട് അനുയായ മനോഭാവത്തിലോ സന്ധി സംഭാഷണത്തിലോ ഒന്നും ഒരു കാരണവശാലും ഏർപ്പെടരുത്. പ്രതിരോധമല്ല, ശരിക്കും ആക്രമണമാണ് ദൈവസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്നത്. ഒരു യുദ്ധത്തിൽ ആരാണ് വിജയിക്കുന്നത്? ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നത് ബുദ്ധിപരമായ തന്ത്രങ്ങളിലൂടെ നീക്കങ്ങൾ നടത്തി, സൈനിക നീക്കങ്ങൾ നടത്തുന്ന, ദൈവത്തിന് സ്തോത്രം, ആക്രമണങ്ങൾ നടത്തുന്ന, വിജയകരമായ ആക്രമണങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ സൈനിക ശക്തികൾ മാത്രമേ യഥാർത്ഥമായ ഒരു വിജയത്തിലേക്ക് എത്തത്തുള്ളൂ.
അങ്ങനെയെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ദൈവാശ്രയവും യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് നൽകി തന്ന വിജയത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ നാം ഒരിക്കലും പരാജിതരാകുകയില്ല, നാം ജയാളികളായി തീരും. അതിനുവേണ്ടി ഉള്ള ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ എഫേസ്യ ലേഖനത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ സഭയെ മണവാട്ടിയായിട്ടും മന്ദിരമായിട്ടും ഒക്കെ ഉപമാനങ്ങളിലൂടെ ചിത്രീകരിച്ചതിന് ശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സൈന്യത്തോടാണ് ദൈവസഭയെ ഉപമിച്ചിരിക്കുന്നത്. 6 കൂട്ടം അതേ പ്രതിരോധ ആയുധങ്ങളും 2 ആക്രമണത്തിനുള്ള ആയുധങ്ങളുമാണ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. സർവായുധവർഗം എന്താണ്, അതുപയോഗിച്ച് എങ്ങനെ ഫലപ്രദമായി ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ഭാഗത്ത് ഞാൻ പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മുഴുവനും വിവരിക്കുവാനായിട്ട് ഇപ്പോൾ കഴിയാത്തത് കൊണ്ടാണ്. റോമൻ സൈനികത്തിന്റെ സിസ്റ്റം, അവരുടെ സൈനിക രീതികളുടെ സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്, അവർ ത്രികോണാകൃതിയിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ നിൽക്കുമ്പോൾ ഇടത്തും വലത്തും ആ സൈനികനെ കാവൽ ചെയ്യുവാൻ, പിറകിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഈ സർവായുധ വർഗത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു സൈനികന്റെ അടി തൊട്ട് മുടി വരെ അദ്ദേഹത്തിന്റെ മുൻഭാഗങ്ങൾ പൂർണ്ണമായും മറയപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ കവചങ്ങൾ, അതേ പ്രതിരോധ കവചങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പിറകിൽ, ഒരു സൈനികന്റെ പിറകിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള സംരക്ഷണമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം, വൺസ് നമ്മൾ ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്തിരിഞ്ഞോടുവാനായിട്ട് കഴിയുകയില്ല. അതെ, നമ്മൾ മുൻപോട്ട് മാത്രം പോകണം, നമ്മൾ ജയാളികളായി തീരണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിന് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേദപുസ്തകത്തിലെ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് എഴുതിയിട്ടുണ്ട്. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കണം, നമുക്ക് പോരാട്ടമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത്, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ഭാവങ്ങളെയും ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മൾ ജയാളികളായി തീരണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച്, തൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഈ യുദ്ധത്തിൽ നമുക്ക് ജയാളികളായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ക്രിസ്തുവാണ് ഇതിന് ജയം തന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ കുഞ്ഞാട് കുഞ്ഞാട് കുഞ്ഞാടെന്ന് യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുവാനായിട്ടുള്ള കാരണം, തൻ്റെ രക്തം ചീന്തി അതേ ദൈവ കുഞ്ഞാടായി ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് മാനവജാതിക്ക് നൽകി കൊടുത്തത് വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതുകൊണ്ട് സർവ്വസൈന്യാധിപനായി കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട്. എന്നാൽ ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നാം പടപൊരുതണമെന്നും നാം വിജയം നേടണമെന്നും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നും പാപത്തോട് എതിർത്ത് നിൽക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാമും ഒരു പോരാട്ടക്കളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പൗലോസിന്റെ ഒക്കെ വാക്കുകളിൽ യുദ്ധം ചെയ്തതിനെക്കുറിച്ചും പോരാട്ടം നടത്തിയതിനെക്കുറിച്ചുള്ള വാക്കുകളുണ്ട്. ആത്മാക്കളെ നേടുക, ദൈവകൃപയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. പലവിധമായ തന്ത്രങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും നമ്മുടെ ജീവിത വിശുദ്ധിയെയും നമ്മുടെ നിർമ്മലതയെയും നമ്മുടെ ദൈവകൃപയെയും ഒക്കെ ചോദ്യം ചെയ്യുവാനുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുമ്പിൽ അത് ശത്രുവിന്റെ ആയുധങ്ങളാണെന്ന് മനസ്സിലാക്കി പിന്തിരിയാതെ മുൻപോട്ട് പോകുന്നവരായി തീരുക. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ ഒരുപാട് ഉപവസിച്ചത് കൊണ്ടല്ല പറയുന്നത്, ശുശ്രൂഷകളിൽ ആത്മീയ ജീവിതത്തിലെ വിജയത്തിനായി ഉപവസിക്കുകയും പ്രാർത്ഥനയിൽ ഇരിക്കുകയും ദൈവകൃപയിലേക്ക് പലരെയും കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുടുംബമായി പിശാചിന്റെ ഒരുപാട് ആക്രമണങ്ങൾക്ക് ഞങ്ങൾ വിധേയരായി തീർന്നിട്ടുണ്ട്. ഈ വിധേയരായി തീർന്ന ആക്രമണങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് വെട്ടേറ്റിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്. മനസ്സിലാക്കുക, യുദ്ധം ചെയ്യുമ്പോൾ വിട്ടുകൊടുക്കുക മാത്രമല്ല, പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. ആ പരിക്ക് ഗുരുതരമാകുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ദർശനങ്ങളിലൂടെയും ആലോചനകളിലൂടെയും തൻ്റെ ശബ്ദങ്ങളിലൂടെയും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ വെളിപ്പെടുത്തി നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത്, ദൈവശബ്ദം നാം കേൾക്കണം എന്നുള്ളത്. നമുക്കറിയാം, ഒരു രാജ്യത്തിന് ഒരു ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ട്. ആ ഇന്റലിജൻസ് സിസ്റ്റം രാജ്യത്തിൽ ഭീകരാക്രമണങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ളപ്പോൾ, കലാപങ്ങൾ നടക്കുവാൻ സാധ്യതകളുള്ളപ്പോൾ
രാജ്യത്തിന് വിവരം നൽകുന്നു. അവരുടെ ജോലി, ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ജോലി ശത്രുവിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഒരു രാജ്യത്തിന് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്ന ഭരണകൂടവും അതേ മുൻനിരയിലുള്ള ആളുകളും എന്താണ് ചെയ്യുന്നത്? ഇതുണ്ടാകാതിരിക്കുവാൻ ഒന്നുകിൽ അവർ സൈനികമായ ശക്തി കാരണങ്ങൾ നമുക്കറിയാം. ഇന്ത്യയും അയൽ രാജ്യവും തമ്മിൽ കഴിഞ്ഞിടയിൽ ഉണ്ടായ പ്രതിസന്ധികളുടെ ഇടയിൽ രാജ്യത്തിന്റെ അതിരുകളിൽ സൈന്യത്തെ വിന്യസിച്ച് രാജ്യം അതിന്റെ പ്രതിരോധം ശക്തമാക്കിയ വിവരം നമുക്കറിയാം. ഇതുപോലെയാണ് ദൈവമക്കളും ചെയ്യേണ്ടുന്നത്. സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിച്ച് സേവിച്ച് നമ്മെ സ്നേഹിക്കുമ്പോൾ, നാം സേവിക്കുമ്പോൾ ശത്രു ഉണ്ടാക്കുന്ന പദ്ധതികളെ ദൈവം നമുക്ക് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വചനത്തിലൂടെയും ആലോചനകളിലൂടെയും ദൈവം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ശബ്ദത്തെയും നമ്മൾ അവഗണിക്കുവാനായിട്ട് പാടില്ല. നമ്മൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ട് കഴിയും. പക്ഷെ എല്ലാ അനുഭവങ്ങളും പറയുവാൻ സമയമില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ ഒരുപാട് പരിക്കേൽക്കുകയും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഞങ്ങൾ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കാരുണ്യവാനായ ദൈവം, സ്നേഹവാനായ ദൈവം പല സമയങ്ങളും വ്യക്തിപരമായി വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് എവിടെ ക്രമീകരണം വരുത്തണമെന്ന് മനസ്സിലാക്കി തന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ യുദ്ധത്തിൽ ഞാനും നിങ്ങളും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക വിശുദ്ധിയിൽ അടികുറച്ച് മുൻപോട്ട് പോവുക. വിശുദ്ധി എന്നൊരു കാര്യത്തിൻ്റെ അകത്ത് മാത്രമേ പിശാചിനെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പാപം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവേശിക്കാതെ വണ്ണം കരുതലോടെ നമ്മൾ നിൽക്കുക. ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ബലഹീനതകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ക്രമീകരണം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പിശാചിന് അവകാശം കൊടുക്കാതെ, അവസരം കൊടുക്കാതെ, അവൻ കടന്നു വരുവാനുള്ള വഴികൾ അടച്ചു കളഞ്ഞ് വചനത്തിൻ്റെ അകത്ത് ജീവിച്ചാൽ നിശ്ചയമായി നമുക്കൊരു ജയമുണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് പാഴ്സനേജിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അകാരണമായ കോപം എനിക്കുണ്ടായി, ഭയങ്കരമായ ദേഷ്യം. ഞാൻ ഓർത്തു, ഒരു കാര്യമില്ലാതെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുന്നു എന്നുള്ളത്. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കരമായ ദേഷ്യം എനിക്ക് വരുന്നു. ഒരു കാര്യവുമില്ല, ദേഷ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാകണമല്ലോ, ഒരു കാര്യവുമില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ദൈവാത്മാവിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശനം തന്നു. ഇത് നിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്, നീ അതിനെ കരുതുക. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് അതങ്ങ് മാറി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വൈഫിനോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ. എൻ്റെ വൈഫ് പറഞ്ഞെന്താണെന്നറിയാം, അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതേ അനുഭവം ഉണ്ടായി, അകാരണമായി ദേഷ്യമുണ്ടാകുന്നു. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ആ ഒരു ചിന്ത ഞങ്ങൾ പരസ്പരം അവിടെ വെച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ ഉപവാസത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടേനെ. ഞാനിത് പല ദൈവദാസന്മാരുമായും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ, പലരുമായി സംസാരിച്ചപ്പോൾ അനേകരുടെ കുടുംബജീവിതത്തിൽ ഇതൊരു ഒരു സാത്താന്യ തന്ത്രമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനെ ക്രമീകരിക്കുവാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമ്മൾ അറിയാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ചിന്തകളായി കാര്യങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് കയറ്റുവാൻ പിശാച് പരിശ്രമങ്ങൾ നടത്തും. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ് വായിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഏത് ചിന്തകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണമാക്കി ഞങ്ങൾ പിടിച്ചടക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചിന്തകളും ദൈവികമാകണമെന്നില്ല. നാം ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവികമല്ലാത്ത അനവധി ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അതിനെ പരിശോധിച്ചാൽ നമുക്കൊരു ജയമുണ്ടാകും. എന്നുവരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടുന്നത്? ചിലർ പറയും, എത്ര നാളായി തുടങ്ങിയതാണ്, ഈ യുദ്ധം ഇനി തീരില്ലേ? ഞാൻ പറയട്ടെ, ഈ യുദ്ധത്തിൻ്റെ അകത്ത് ആത്യന്തികമായ ഒരു ജയം നമുക്ക് തരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം പിശാച് ശക്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എതിരാളി ശക്തനാണ്, ഒരുപാട് പേരെ വീഴിച്ചിട്ടുണ്ട്, തന്ത്രശാലിയാണ്. തന്ത്രങ്ങളിലൂടെ കുതന്ത്രങ്ങളിലൂടെ ഈ ലോകത്തിന്റെ ദൈവമെന്ന് അവൻ അവകാശപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനകോടികൾ അവന്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവർ സത്യസുവിശേഷം അറിയാതെ വണ്ണം മനസ്സിനെ കുരുടാക്കി ചിന്തകളിലൂടെ ഇച്ഛകളിലൂടെ ലോകത്തെ കൊണ്ടുപോകുമ്പോൾ അവൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണമെന്ന് പറയുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ച്, ദൈവം തൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി അയച്ച് നമുക്കൊരു ജയം നമുക്ക് നൽകി തരുവാനിടയാകും. അതുകൊണ്ടാണ് പ്രാർത്ഥന പോരാട്ടമായി മാറുന്നത്. മതിലിന്മേൽ പോരാടുന്നു പറയുന്ന ഒരു പ്രയോഗം യെശയ്യാവിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ള ഒരു പ്രയോഗം വേദപുസ്തകത്തിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം കാണുന്നുണ്ട്. എന്ന് വരെയാണ് നമുക്ക് ഈ യുദ്ധമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന വാക്കുകൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒടുവിൽ ആരാണ്? യേശുക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും ശക്തികൾക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിന്റെ കൈകളിൽ കൊടുക്കും. യേശുവിന് മാത്രമേ ഈ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും നീക്കം വരുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. താൻ അത് നീക്കം വരുത്തി ഈ രാജ്യത്തെ നീക്കം വരുത്തി പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ദിവസങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണിക്കുന്നത്. മുദ്രകൾ പൊട്ടിച്ചുകൊണ്ട് മഹാക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈ ന്യായവിധി നടത്തി ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് സകല വാഴ്ചകളെയും അധികാരങ്ങൾക്കും നീക്കം വരുത്തി രാജ്യം പിതാവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് കുറച്ച് ക്ലാസ്സുകൾ നൽകണമെന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നത് പോലെ നമുക്കിത് ചെയ്യാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ആത്മീക യുദ്ധത്തിൽ ജയാളികളായി മുന്നോട്ട് പോകാം. സർവായുധ വർഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയയ്ക്കുക. വാട്സാപ്പിലൂടെയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുക. പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.